ഹായ്, എന്തൊക്കെയുണ്ട് പാട്? സുഖമല്ല എല്ലാവർക്കും? ഒരു കാര്യം പറയട്ടെ, നീക്കിപ്പോലെ തട്ടിപ്പോലെ ഒറ്റ കാര്യം. ഞാൻ വൈകുന്നേരം 6 മണിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുമ്പോൾ ചെക്കന്മാരിന് അർബാവിനോട് പറഞ്ഞ് ഇന്ന് നൈറ്റ് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാനിവിടെ വന്ന് ഒരു 6 മണിക്കായിരുന്നു. അപ്പോൾ ഞാനൊരു 8 മണിക്ക് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ 8 മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ റൂമിൽ പോവാം. അപ്പോൾ അവിടെ പോണ പോക്കിൽ ആളെ ഞാൻ പറയണില്ല, അവരുടെ ഷോപ്പും ഞാൻ പറയണില്ല, ഒരു സംഭവം ഉണ്ടായി. അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും സംഭവം. അപ്പോൾ ആ ചെക്കന് പിന്നെ തീരെ സംസ്കാരത്തിൻ്റെ അസുഖമുള്ള ആളാണ്. അങ്ങനെ എന്താ പറഞ്ഞത്, അവനക്കൊരു അസുഖമുണ്ട്. അപ്പോൾ അവന് നാട്ടിൽ നിന്ന് ആ ഗുളിക കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അത് ഇവിടെ കിട്ടണില്ല. ഉണ്ടെങ്കിൽ തന്നെ 1500 അങ്ങനെ എന്താ റേറ്റ് ഉണ്ട്. 1000 റുപ്യ 1500 ആയിട്ടുണ്ട് പറഞ്ഞത്. അപ്പോൾ അവനക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ 6 മാസമായിട്ടുള്ള അവൻ വന്നിട്ട്. അപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി അവൻ ചോദിച്ചപ്പോൾ ആ ഷോപ്പേര് പറഞ്ഞത് 6 മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്കൊക്കെ പോവാം, വയ്യാത്ത ആൾക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ, 3000 ദിർഹംസ് ഇവിടെ കെട്ടിച്ചിട്ട് ഇജ്ജ് പോയിക്കോ, 10 ദിവസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പാസ്പോർട്ട് വാങ്ങിപ്പോയിക്കോ, വന്നു കഴിഞ്ഞാൽ പാസ്പോർട്ട് തിരിച്ചു കൊടുത്താൽ എനിക്ക് 3000 തരാമെന്ന്. എന്താ അവസ്ഥ? അപ്പോൾ അവനക്ക് അവൻ്റെ ആ അത്രയും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനക്ക് ഇവിടുന്ന് മെഡിസിൻ വാങ്ങാം, മരുന്ന് വാങ്ങാൻ ഇവിടുന്ന്. അപ്പം ഞാൻ അങ്ങനെ അവൻ്റെ കഥ ഒരുപാട് പറഞ്ഞപ്പോൾ കേട്ട് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇതേപോലെ എത്ര ആൾക്കാർ ഇങ്ങനെ കുടുങ്ങി കിട്ടുന്നുണ്ടാവും. ഒരാളും ഇങ്ങനെ ചെയ്യരുത്. ഒരു മുതലാളിമാരും മാനേജർമാർ, ചിലപ്പോൾ ഇതിൻ്റെ വലിയൊരു ഷോപ്പാണ്, ഇതിൻ്റെ മാനേജർമാരാണ് ഇങ്ങനെ പറഞ്ഞിരിക്കണത്. മുതലാളിമാരെ അറിയോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഈ വന്നിട്ട് പോകാൻ പറഞ്ഞിരിക്കണല്ല, എനിക്കെന്തായാലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളാ ഉത്തരവാദി എന്ന് പറഞ്ഞിരിക്കണല്ല. ഞാൻ ആളെ പേര് പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് വേണ്ട, ഷോപ്പിൻ്റെ വേണ്ട വെച്ചിട്ടാണ്. ഇത് അവൻ എന്നോട് സങ്കടം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനിങ്ങനെ ഒരു അനുഭവം കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതുണ്ടായ സംഭവം അന്നുണ്ടായ സംഭവം. ഇതാണ് പ്രവാസിയായി കിടക്കുന്ന ആൾക്കാരുടെ, അവനെപ്പോലത്തെ എത്രപ്പോരം ആൾക്കാരുണ്ടാവും. നാളെ എനിക്കും വരാം, വേറുള്ളവർക്കും വരാം. എത്രപ്പോരം ആൾക്കാരുണ്ടാവും അനുഭവിക്കണില്ലേ? കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. എന്താ ചെയ്യുക? അപ്പോൾ ഓക്കെ, ഇതാണ് പ്രവാസിൻ്റെ അവസ്ഥ. ഓക്കെ, ആലോചിക്കും.